ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതുപോലെ നേരത്തെ ഞാനിന്ന് എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഫ്രഷായിട്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഉറക്കച്ചടം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എനിക്ക് ചെറുതായിട്ട് ഉറക്കം വരും. 4 മണിക്കല്ലേ എണീറ്റേക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ആ ദിവസം നല്ലതാവാൻ പ്രാർത്ഥിച്ച് തുടങ്ങുന്നത് വിശ്വാസമുള്ളവർക്ക് നല്ല കാര്യമാണ് കേട്ടോ. അതിനുശേഷം പിന്നെ വിചാരിച്ചു ഞാൻ അടുക്കളയിലേക്ക് കയറിയില്ല കേട്ടോ. 4 മണിയൊക്കെയല്ലേ, ഞാൻ പുറത്തോട്ട് ഇറങ്ങിയില്ല, റൂമിൽ തന്നെ ഇരുന്നു. അപ്പം കുപ്പിയിൽ വെള്ളം ഞാൻ തലേദിവസം തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം കുടിച്ചിട്ട് പഠിക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതിയാണ് തുടങ്ങുന്നത്. ടു ഡു ലിസ്റ്റ് എഴുതി തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു പ്ലാനിങ് ഉണ്ടാവും, ആ ദിവസം ഏതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മുടെ സമയം പോലെ അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. നല്ലോണം സമയം കിട്ടുന്നവർക്കാണെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം നമുക്ക് പറ്റുന്ന ഒരു രീതിയിൽ ആ ദിവസത്തെ ക്രമീകരിച്ചിട്ട് ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണമെന്ന് എഴുതി വെക്കുന്നത് നന്നായിരിക്കും. ഞാനപ്പോൾ എനിക്കിന്ന് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അതനുസരിച്ച് ഒരു ജി കെ ടോപ്പിക്കും ബാക്കി നോൺ ജി കെ ആണ് എഴുതി വെക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ഹിസ്റ്ററിയാണ് ഈ ആഴ്ച നോക്കാമെന്ന് വിചാരിക്കുന്നത്. ഹിസ്റ്ററി സ്റ്റാർട്ടിങ് മുതലേ, അല്ലാതെ എനിക്ക് അവിടെ ഇവിടെയും പഠിച്ചു കഴിയുമ്പോൾ ഒന്നും കംപ്ലീറ്റ് ചെയ്യാത്ത പോലെയൊക്കെ ഒരു തോന്നലുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നാൾ മുന്നേ ഏതോ ഒരു യൂട്യൂബ് വീഡിയോ കണ്ട് ബ്ലൂ പ്രിൻ്റ് ആയിട്ട്, മീൻസ് ഹിസ്റ്ററിയിൽ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എല്ലാം ഒന്ന് വായിച്ചു പോകുന്നുണ്ട്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്നതിൽ നിന്ന്, മീൻസ് അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഏതാണ് കൂടുതൽ ടൈം വരുന്നത്, മീൻസ് എക്സാമുകളിൽ സ്ഥിരമായി ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതനുസരിച്ച് പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അതുപോലെയുള്ള ഭാഗത്തിനായിരുന്നു. അങ്ങനെ ഞാനത് പഠിച്ചു കേട്ടോ. ഏകദേശം ഒരു കുറച്ച് ടൈം എടുത്ത് അത് പഠിച്ചു. രാവിലെ ആയതുകൊണ്ട് മുളക്ക് നല്ല ഉറക്കമായതുകൊണ്ട് മനസ്സമാധാനത്തോടെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എണീറ്റു കേട്ടോ. ഏകദേശം ഒരു 5:30 കഴിഞ്ഞപ്പോൾ ഞാൻ 1 മണിക്കൂറേ പഠിച്ചുള്ളൂ. 1 മണിക്കൂറല്ല, 1.5 മണിക്കൂർ പഠിച്ചു. കുറച്ച് നേരം 10-20 മിനിറ്റ് പ്രാർത്ഥിക്കാനും ഫ്രഷ് ആവാനൊക്കെ എടുത്തതിന് ശേഷം ഞാൻ പഠിച്ചിട്ട് പിന്നെ എണീറ്റു കേട്ടോ. പിന്നെ പതിവ് പണികളൊക്കെ തന്നെ, സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡേ ഇൻ മൈ ലൈഫിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ളൂ. ഇന്ന് രാവിലെ ഞാൻ പത്തിരിയും ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ രാവിലെ ഞാൻ പത്തിരി മീൻസ് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഹസ്ബൻഡിന് പിന്നെ ചപ്പാത്തി ഉണ്ട്. ഹസ്ബൻഡിന് ചേട്ടയ്ക്ക് ചപ്പാത്തിയൊക്കെ ഇഷ്ടം. പത്തിരി മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ രാവിലെ വെള്ളം കുടിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കട്ടനാട്ടോ കുടിക്കുന്നത്. കട്ടൻ ചായ വെറുതെ കുടിക്കുന്നത് ഇഷ്ടമില്ല. പൊതുവേ ഞാൻ കട്ടൻ ചായ അങ്ങനെ കുടിക്കാറില്ലായിരുന്നു. ഞാൻ വലിയ ടീ ലവറും കോഫി ലവറും ഒന്നും അല്ല കേട്ടോ. പിന്നെ ഇപ്പം ഇനി സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം പാലൻ ചായ കുടിക്കാൻ പറ്റില്ല, കൊച്ചിന് കഫക്കെട്ടായുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ കട്ടൻ ചായ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ കട്ടൻ ചായ മാത്രം കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അതിലൂടെ ഞാൻ ബിസ്ക്കറ്റ് എടുത്തു. പിന്നെ അടുത്തത് ഞാൻ ചിക്കൻ മൊത്തം എടുത്തില്ല, വാങ്ങിയത് ഞാൻ ദിവസം ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താ പറയുക, പകുതി എടുത്തിട്ട് വെച്ചിട്ടുള്ളൂ, പകുതി പിന്നെ കഴിച്ചു. പിന്നെ ഹസ്ബൻഡിന് ചിക്കൻ കറി ഇഷ്ടമല്ലാത്തതുകൊണ്ട് പൊരിച്ചത് കഴിക്കും. അപ്പോൾ അത് 2 വറക്കാനും വെച്ചു, 2 ഇനി വറക്കണ പോലെ. പിന്നെ ചിക്കൻ കറി ഇതൊരു സ്റ്റഡി വ്ളോഗ് ആയതുകൊണ്ട് ഞാൻ ചിക്കൻ കറി എങ്ങനെ കഴിക്കുന്നതിനുള്ള ഇത് കാണിക്കുന്നില്ല, എനിക്ക് ബോറായി തോന്നും ഇല്ലേ എനിക്കും. അപ്പോൾ അത് സ്പീഡിൽ കറി വെച്ചു. ഞാൻ എടുത്തിട്ട് വറക്കാനും വെച്ചു. പിന്നെന്താ ചെയ്തത്, പിന്നെ ഞാൻ മുറ്റടിക്കാൻ പോയിട്ടോ. മുറ്റടിക്കൽ പിന്നെ നമുക്ക് എപ്പോഴും ഇനി അങ്ങോട്ടും ഒക്കെ ഒരു വൻ ടാസ്ക്കാണ് ഗൈസ് സത്യത്. പിന്നെ ഇപ്പോൾ ആണെങ്കിൽ വേനൽക്കാലം പിടിച്ചതോടെ നല്ല പൊടിയാട്ടോ. നമ്മുടെ മുറ്റം നല്ല മറ്റേ പൂഴിമണൽ നിറഞ്ഞ മുറ്റം പോലെ കേട്ടോ, നിറയെ പൊടിയായിരിക്കും. ഞാനപ്പം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു മാസ്കിനെയും കൂടെ കൂട്ടുന്നുണ്ട്. മാസ്ക് ഇട്ടിട്ടേ ഞാൻ അടിക്കത്തുള്ളൂ, അല്ലെങ്കിൽ പൊടി മുക്കി കയറിയിട്ട് നല്ല കഫക്കെട്ട്, എനിക്ക് ഭയങ്കര കഫക്കെട്ട് വരുന്നുണ്ടാവും. പിന്നെ ഞാൻ മാസ്ക് ഇട്ടിട്ട് അടിച്ചു വാരി. നല്ല രസമുണ്ടല്ലോ, സൂര്യൻ ഉദിച്ച് വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് വെയിലൊക്കെ എത്തി തുടങ്ങി. ഇപ്പോൾ വെയിൽ നേരത്തെ വരുന്നുണ്ടല്ലോ. അങ്ങനെ ആ പൊടിമണ്ണും ചപ്പും ചവറൊക്കെ കൂടെ ഞാൻ
കിടന്നടിക്കാൻ തുടങ്ങി. ഈ അടിക്കുന്നുണ്ടെങ്കിലും ഇല്ല, കുറച്ച് കഴിയുമ്പോൾ മറ്റവന്മാർ വരും, എൻ്റെ ശത്രുക്കൾ തന്നെ ഞാൻ പറയും. ആരാന്നറിയാം, വാനരപ്പട. ആ കുരങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ആത്തച്ചക്കലൊക്കെ കയറിയിട്ട് പിന്നെ ഒക്കെ കൂടെ മുറ്റത്തെ വലിച്ച് മുൾ മെസ്സാക്കിയിടും. പിന്നെ ഞാനത് നോക്കുന്നില്ല. 2 നേരമൊക്കെ അടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി ഞാൻ 2 നേരം അടിക്കുള്ളൂ, 1 നേരം അടിക്കുള്ളൂ കേസ്. അപ്പോൾ ഞാൻ മുറ്റടിച്ചു. അപ്പോഴത്തേക്ക് എനിക്ക് ക്യാമറമാൻ വന്നു കേട്ടോ. പിന്നെ ക്യാമറമാനെ കൊണ്ടായിരുന്നു വീഡിയോ എടുപ്പിക്കുന്നത്. അന്നേരം കൊണ്ട് ദൈവമേ റോഡിൽ കൂടെ കുറേ പട്ടികൾ, ദൈവമേ. ഞാൻ വേഗം നിങ്ങൾ കല്ലെടുത്ത് എറിഞ്ഞ് ഒഴിച്ചു വിട്ടു. എനിക്ക് ഭയങ്കര പേടിയാണ്. ഇത് തന്നെ എൻ്റെ ഫ്രണ്ട് കൊണ്ട് തന്ന താമര വഴിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താമരയാകുമ്പോഴും വെള്ളത്തിൻ്റെ ഈ അവസ്ഥയായിട്ട് നിങ്ങൾ ഞെട്ടണ്ട. ഇത് മണ്ണൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് വെള്ളം അങ്ങനെ കിടക്കുള്ളൂ. ഇനി നല്ലോണം ഇലയൊക്കെ വന്നതിന് ശേഷമായിരിക്കും നല്ല രസമുള്ള വെള്ളമായിട്ട് ഇങ്ങനെ കിടക്കുക. പിന്നെ പൂവൊക്കെ വന്ന് നല്ല രസമല്ലായിരിക്കും. ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാനെന്താന്ന് ഇത്ര സൂക്ഷിച്ച് വെക്കുന്നത്? 2 മീനൊക്കെ അടിച്ചു തരാനായിരുന്നു. അവന്മാരെ കാണുന്നില്ല. അത് ആളെണീറ്റിട്ടുണ്ട്. ആള് നടക്കുക കേട്ടോ. ഒരാൾ കുഴപ്പമില്ല. അപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചിക്കൻ കറി കഴിക്കാൻ റെഡിയായി. ഇനി ഹസ്ബൻഡ് എണീറ്റു, മക്കൾ എണീറ്റു. അപ്പോൾ ഹസ്ബൻഡിനുള്ള ചായ എടുത്ത് വെച്ചിട്ട്, ചെടിക്കുള്ള ചായ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ അവർക്ക് ഒരു ബ്രഷ് 3 വരെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കയറി വന്നല്ലോ. അപ്പോൾ അവർക്ക് ബ്രഷ് കൊടുത്തത് കുഞ്ഞിനുള്ളതാട്ടോ, അതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ്. പിന്നെ ഹസ്ബൻഡിനുള്ള ലഞ്ച് പാക്ക് ചെയ്തു, ലഞ്ച് റെഡിയായി. ഇനി നമ്മളടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ പത്തിരിപ്പൊടി കുഴക്കുകയാണ്. ഇനി ബേസ് ഞാൻ പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പത്തിരി തേങ്ങയാണ്, തേങ്ങയൊക്കെ ചെറി. പിന്നെ ഇവിടെ മിക്സി പണി തന്നിട്ടുണ്ട് കേട്ടോ. മിക്സി ഇപ്പോൾ 2-3 ദിവസമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. മിക്സീൻ്റെ മറ്റേ അടിച്ചു പോയി, എന്നത് മോട്ടർ അടിച്ചു പോയി എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ നമുക്ക് ആട്ടുകല്ലിൽ അരകല്ലിൽ അരച്ചരച്ച് പത്തിരിക്കായിട്ട് ശരിക്കും വരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. തേങ്ങയൊന്ന് ഒതുക്കണമല്ലോ, അപ്പോൾ അത് ഒതുക്കിയെടുക്കുകയാണ് ഞാൻ. എന്നെ തന്നെ ഒതുക്കിയാണ്. ഇവിടെ മിക്സി ഇല്ലാതെ ഞാൻ ഒതുങ്ങി കേസ്, വീണ്ടും ഞാൻ ഒതുങ്ങി. അപ്പം അതൊക്കെയാണ് ഒതുക്കിയെടുത്ത്. പിന്നെ മോളെയും കൂട്ടിയിട്ട് ഞാൻ കറിവേപ്പില വയ്ക്കാൻ പോയി. അവൾ പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എടുക്കണം, പിന്നെ ഇറങ്ങൂല കേട്ടോ. എടുത്തു പോയാൽ മറ്റേ മാഗ്നറ്റ് പോലെയാണ്, പിന്നെ ഒട്ടിയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, മോളെയും കൂട്ടി പോയിട്ട് പിന്നെ മുറ്റത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പൂച്ചയും പട്ടിയൊക്കെ ചുറ്റിനൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് അതിനൊക്കെ കാണാൻ ഇറങ്ങണം. അങ്ങനെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അത് കൊടുത്തു. 3 പേർക്കും കൊടുത്തതിന് ശേഷം അടുത്ത പരിപാടി അത് അടിച്ചു വാരം. അപ്പോൾ രാവിലെ ഞാൻ അടിച്ചു വാരിയില്ല, ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് അടിക്കുള്ളൂ. ദൈവമേ, ഇതെന്തൊക്കെയാണ് ഈ അകത്ത് കിടക്കുന്നത്? അതിന് മാത്രം ഉണ്ട് കേട്ടോ, കച്ചറ മൊത്തം ഉണ്ട്. എത്ര അടിച്ചിട്ടാലും മക്കളിങ്ങനെ കാണിച്ചിടും. പിന്നെ ഒരു പത്തിരീൻ്റെ കുഞ്ഞ് പീസേ കഴിച്ചിട്ടുണ്ടല്ലോ. അവൾ സെൽഫായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കലുണ്ട് ഓരോന്ന്. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ എനിക്ക് അത്രയും സുഖമാണല്ലോ. മൂത്തവരെ അത് പഠിപ്പിക്കാത്തതിന് ഞാൻ നല്ലോണം അപ്പം വയ്ക്കുന്നുണ്ട്. പക്ഷേ മോൾ അത് കുഞ്ഞ് പീസേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ അവൾക്ക് എന്തെങ്കിലും കുറച്ചുകൂടെ കൊടുക്കണം എനിക്ക്, അല്ലെങ്കിൽ ഒരു സമാധാനമൊക്കെയാണ്. അങ്ങനെ പിന്നെ മക്കൾ മൂത്തവർ പിന്നെ കഴിച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ തുടച്ചു. ഇവിടെ തുടയ്ക്കാണ്ട് വരില്ല. രാവിലെ മുറ്റത്തെ പൊടി നിങ്ങൾ കണ്ടതായിരിക്കില്ല. ആ പൊടി മൊത്തം ഇവർ ചവിട്ടി കയറ്റുകയും ചെയ്യും, പിന്നെ പാറുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ തുടച്ചിട്ടേ പറ്റൂ. കുഞ്ഞൊക്കെ ഉള്ളതല്ല, കുഞ്ഞല്ല, നമുക്ക് എന്തോ ഒരു നീറ്റ്നെസ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും. പിന്നെ വേഗം തുടച്ചു കേട്ടോ. തുടച്ചതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം പഠിക്കാനിരുന്നു. പിന്നെ അന്നേരമാണ് എനിക്ക് പഠിക്കാൻ സമയം കിട്ടിയത്. കാരണം കാണുമ്പോൾ അതൊക്കെ കുഞ്ഞു പണിയാണെങ്കിലും എല്ലാം കൂടെ കൂടുമ്പം സമയം പോകുന്ന അറിയുകയേ ഇല്ല നമ്മൾ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയായി എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ചെയ്ത്, ഞാൻ മോളെ ഉറക്കാൻ പോയിട്ട്, മോള് കച്ചറയായിരുന്നു. മോളെ ഉറക്കാൻ പോയിട്ട് പിന്നെ മോളെ ഉറക്കി വന്നപ്പോഴത്തേക്ക് ഉച്ചയായി. മോളെ ഉറക്കി കഴിഞ്ഞിട്ടാട്ടോ പഠിക്കാനിരുന്നത് തന്നെ. പിന്നെ ഞാൻ കുറച്ച് നേരം പഠിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഉച്ചയായി. പിന്നെ അവർക്ക് ലഞ്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ സ്ഥിരം കലാപരിപാടിയായി പാല് വാങ്ങാൻ പോയി. വന്നപ്പോഴത്തേക്കും പൂച്ച ഉറങ്ങി ആ കള്ളിപ്പെണ്ണ് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനെ കുറച്ച് നേരം മടിയിലിരുത്തിയിട്ട് പിന്നെ ഞാൻ മൂത്ത കുഞ്ഞുവിനെ ഏൽപ്പിച്ചു. അവരവിടെ നിന്ന് റൂമിലിരുന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഇത് ഇന്നലെ അലക്കി വെച്ച തുണിയാണ് കഴിച്ച് എനിക്ക് വിരിച്ചിടാൻ സമയം കിട്ടില്ല. ഇന്ന് എനിക്ക് അലക്കാൻ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അന്നേരമാണ് ഉച്ച കഴിഞ്ഞ് പിന്നെയാണ് വിരിച്ചിടുന്നത്. പിന്നെ ഞാൻ മോളെ കുളിപ്പിക്കുന്ന വീഡിയോ ഒന്നും എടുക്കത്തില്ല കേട്ടോ. കാരണം റെസ്ട്രിക്ഷൻ ഉണ്ട്, ലഞ്ചിൽ പാടില്ല കുട്ടികളെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. അപ്പം ഞാൻ അവർ 3 പേരെയും മിടുക്കന്മാരൊക്കെ ആദ്യം ചെറിയ ആളെ കുളിപ്പിച്ചു, പിന്നെ ഇവരെയും കുളിപ്പിച്ചു. പിന്നെ ഞങ്ങളുടെ അടുത്ത സ്റ്റഡി ടൈമിൽ ഞാൻ മക്കളെയും കൂടെ പഠിപ്പിക്കാനിരിക്കുന്ന സമയമാണ്. അപ്പോൾ 2 പേരോട് ഇരുന്ന് വായിച്ചോളാൻ പറഞ്ഞു. കാരണം ടീച്ചേഴ്സും പറയുന്നത് നല്ലോണം ഇരുന്ന് വായിച്ചോ എന്നാണ്. അപ്പം മെയിൻ പഠിപ്പീനെ ഞാൻ സെറ്റി കൊണ്ടിരുത്തി ബുക്കൊക്കെ വലിച്ച് കീറുക.
എന്നാൽ പിന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചപ്പോൾ അവൾക്ക് ഞങ്ങളുടെ കൂടെ തന്നെ ഇരുത്തേ പറ്റുള്ളൂ. പിന്നെ എന്തെങ്കിലും ആവട്ടെ, കൂടെ ഇരുത്തി പഠിക്കട്ടെ. മൊബൈൽ കണ്ട് പഠിക്കുന്നതിനെക്കാട്ടും നല്ലത് ബുക്ക് വായിച്ച് പഠിക്കുന്നതാണല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഭയങ്കര അവളെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റൂല. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഈ പഠിപ്പെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇടയ്ക്ക് മലയാളം പരിഭാഷയാണോ നോക്കിയത്? അല്ലല്ലോ, ഒറ്റപ്പദമായിരുന്നു കേട്ടോ നോക്കിയത്. ഏതാണെന്ന് ഞാൻ തന്നെ ഇന്നലെയാണ് പരിഭാഷ നോക്കിയത്. അപ്പോൾ ഒറ്റപ്പദം ആണ് പഠിക്കുന്നത്. അത് അതായിരിക്കും ഇവരുടെ കൂടെ ഇരിക്കുമ്പോൾ അതൊക്കെ കുറച്ചുകൂടെ എനിക്ക് ഈസി ഉള്ളതായിരിക്കും പഠിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം ഇവരിങ്ങനെ ഡൗട്ട്സും പിന്നെ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മൾ അവരുടെ കൂടെ അന്നേരം ഇരിക്കുന്ന അവരെയും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്നൊരു മൈൻഡുണ്ട്. കുഞ്ഞുന് അത് ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ കിഡ്സിൻ്റെ ആട്ടോ. അവനത് വരുത്തുന്നുണ്ട്. അവനത് വായിക്കാൻ തീരെ താല്പര്യമില്ല. അവനോട് ഞാൻ പറഞ്ഞു അറിയാത്ത മീനിങ് ഞാൻ പറഞ്ഞുതരാം, അങ്ങനെ മീനിങ് കൂടെ പഠിച്ചു പോകണമല്ലോ, ഓരോ വേർഡ് വെക്കാബുലറി. പക്ഷെ അവന് തീരെ താല്പര്യമില്ലായിരുന്നു അത്. പിന്നെ അതും അവിടെ കിടന്ന് ഒച്ചത്തി വായിക്കുമെന്ന് പറഞ്ഞിട്ട് കച്ചറ കൂട്ടുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഉറക്കം വരുന്നുണ്ട്. കുളിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കുളിച്ചു കേട്ടോ. കുളിച്ച് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് മീൻസ് അവർക്കൊന്നും വരുന്നില്ല, എനിക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. 4 മണിയായില്ല. പിന്നെ ഉറക്കം വന്നിട്ടൊന്നും കാര്യമില്ല. ഞാൻ പകലുറങ്ങാന്നൊരു ശീലം മാറ്റിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 8 മാസമായി. അത് തന്നെയാണ് നല്ലത്. പകലുറങ്ങുമെന്ന് കാര്യം പറഞ്ഞാൽ നമ്മളൊന്ന് മുഖമൊക്കെ ഒന്ന് നീറ്റാവും, മുഖമൊക്കെ ഒന്ന് മെലിഞ്ഞവരാണെങ്കിൽ തടിക്കുകയൊക്കെ ചെയ്യും എന്നുള്ളത് നേരാണെങ്കിലും അതൊരു വല്ലാത്ത ക്ഷീണം ഉണ്ടാക്കും നമുക്ക്. പിന്നെ ഞാൻ ആ പരിപാടിയേ വേണ്ടെന്ന് വെച്ച് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി ടൈം എനിക്ക് പോകുന്നുണ്ട്. ഞാൻ 1 മണിക്കൂർ ഉറങ്ങി എണീക്കും. പിന്നെ ഉറങ്ങാൻ സൗകര്യമുള്ളവർ അങ്ങനെ ചെയ്തു കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ നമുക്ക് ഉറങ്ങുന്നതൊക്കെ കാണും. പക്ഷെ കൊതി വരുമെന്നൊക്കെയുള്ള നേരം. പക്ഷേ കൊതിച്ചിട്ട് കാര്യമില്ല, കൊതിക്കരുത് ഗൈസ്. കൊതിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി പരിപാടികൾ പെൻഡിങ്ങിൽ കിടക്കും. അപ്പോൾ നമ്മുടെ സാഹചര്യം പോലെ നിങ്ങളുടെയും സാഹചര്യം പോലെയൊക്കെ ചെയ്യൂട്ടോ. എനിക്ക് എന്താണെങ്കിലും ഉറങ്ങാൻ നേരമില്ലാത്തത് ഞാൻ ഉറങ്ങുന്നില്ല. അപ്പോഴത്തേക്ക് ഏകദേശം വൈകുന്നേരമായി, 4:30ആയി, 5 മണിയായി. ഹസ്ബൻഡ് വന്നു ഡ്യൂട്ടി കഴിഞ്ഞ്. അപ്പോൾ ഇനി എന്താ, ചേട്ടായിക്ക് ചായ കൊടുക്കുക, ചോറല്ല ചായ കൊടുക്കുക എന്നതാണ്. ചായക്ക് ഞാൻ വിളയിക്കുക കേട്ടോ ചെയ്തത്. നനയ്ക്കുമായിരുന്നു. അപ്പോഴത്തേക്കും തേങ്ങ ചിരവെന്ന് കേട്ടിട്ട് 2 പേരെത്തി. ഒരാൾ മണം പിടിച്ച് വരും, ആദ്യം മണം പിടിച്ച് വരും, അയാൾക്ക് സൗണ്ട് ആയിട്ട് വരും. കോമഡിയാണ്. ഹസ്ബൻഡിനൊക്കെ പാലും ചായ കേട്ടോ. എനിക്ക് പിന്നെ കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുടിച്ചില്ല. പിന്നെ അവർക്ക് ഞാൻ കൊടുത്തു. മക്കൾക്ക് പത്തിരി ഉണ്ടായിരുന്നു, അത് തന്നെ മതി എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ചായ ടൈം എന്താണ്, കട്ടൻ ചായയും നനച്ചു. ആഹാ, എന്ത് നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ അത് കുടിച്ചു. രാവിലെ അപ്പം ഞാൻ ചിക്കൻ കറി വെച്ചതാണ്. അപ്പോൾ ലഞ്ച് എന്തുകൊണ്ട് കാണിച്ചില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ലഞ്ച് ഞാനൊരു തട്ടിക്കൂട്ടായിരുന്നു. ചക്കുരുത്തോരൻ ഉണ്ടായിരുന്നു ഇന്നലത്തെ, അതും എടുത്തിട്ടു. അച്ചാറും എടുത്തു, കുറച്ച് പൊട്ടൊരിച്ചിട്ടുണ്ടല്ലോ, അതും എടുത്തു. കാണിച്ചില്ല കേട്ടോ. പിന്നെ ചിക്കൻ കറിൻ്റെ ചാറ് അതുകൊണ്ട് ഞാനത് എടുത്തില്ല. അതല്ല, എനിക്ക് സമയം കിട്ടിയില്ല, മറന്നു എന്നുള്ളതാണ് പേര്. പിന്നെ ഞാൻ വൈകുന്നേരം എന്തൊക്കെ ഉണ്ടാക്കി വെച്ചാൽ സാമ്പാറുണ്ടാക്കി, വഴുതനങ്ങത്തോരൻ, കത്രിക്ക എന്ന് പറയും ഈ വഴുതനങ്ങത്തോരൻ ഉപ്പേരി വെച്ചു, ചപ്പാത്തി ഉണ്ടാക്കി, ചപ്പാത്തി ചേട്ടയി ചുട്ടു തന്നു. പിന്നെന്താ, പിന്നെ മക്കൾക്ക് കൊടുത്തു, ഞങ്ങൾ കഴിച്ചു, എല്ലാവരും കഴിച്ചു. പിന്നെ ഒരു 10-10:30ആയി പഠിക്കാനിരിക്കുമ്പോൾ എന്നുള്ളതാണ് നേര്. എൻ്റെ പൊന്നോ, ഇന്നത്തെ ഒരു പ്രൊഡക്റ്റീവ് സ്റ്റഡി വ്ളോഗ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് ഞാൻ പറയും. പ്രൊഡക്റ്റീവ് ഡേ ആണ്, വെറുതെ ഇരുന്നിട്ടില്ല, ഊര കുത്തിയിട്ടില്ല എന്നുള്ളതാണ് നേര്. പക്ഷേ പ്രൊഡക്റ്റീവ് സ്റ്റഡി വ്ളോഗ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു 2-2.5 മണിക്കൂർ, 2.5 അല്ല കേട്ടോ, 3 മണിക്കൂറാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്നുള്ളൂ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല, അങ്ങനെ കിട്ടുന്നുള്ളൂ. പിന്നെ ഞാൻ SCRT ആട്ടോ നോക്കിയത്. SCRT ഡെയിലി നോക്കുന്നുണ്ട്. SCRT അപ്പോൾ ഇന്ന ടോപ്പിക്കൊന്നുമില്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ പേജ് വെച്ചിട്ട് പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് പോയി കഴിച്ച് ഏകദേശം 11 മണിയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പഠനം ഇവിടം വരെയായി.